കണ്ണ് നനയാണ്ട് നമുക്കിന്ന് ടി വി കാണാൻ പറ്റുന്നില്ല. തിരുവനന്തപുരത്ത് ആശാ വർക്കർമാർ മുടി മുറിക്കുന്നു, മുടി മൊട്ടയടിക്കുന്നു. അമ്മമാരിപ്പോൾ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ പോലും നമുക്ക് തോന്നും മുടി അഴിച്ചിട്ട് ഒരു കണ്ണകിമാരെ പോലെ അവരായിക്കൊണ്ടിരിക്കുക. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് അവർ പ്രതികരിക്കാൻ കഴിയുന്നത് ടി ജി സർ? പ്രതികരിക്കുന്ന ഒരു കടുപ്പപ്പെട്ട മാർഗമായി പോയി ഈ മുടി മുറിക്കൽ. സാധാരണഗതിയിൽ ഒരു സ്ത്രീയും അങ്ങനെ നിന്ന് കൊടുക്കില്ല. കാരണം നമ്മളുടെ ഒരു പാരമ്പര്യമനുസരിച്ച് ഇപ്പം അത് നടപ്പിലില്ലെങ്കിലും ഭർത്താവ് മരിക്കുമ്പോഴാണ് തല മുണ്ടനം ചെയ്യുന്ന ഏർപ്പാടുകൾ. അതല്ലാതെ ചെയ്യുന്നവരുണ്ട്. പഴനിയിൽ, തിരുപ്പതിയിലൊക്കെ വഴിപാടായിട്ട് മുടി മുറിക്കുന്നുണ്ട്. ഇങ്ങനെ ചില എക്സെപ്ഷൻസ് അല്ലാതെ സ്ത്രീകൾ മുടി മുറിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രയധികം ഹൃദയവേദന കൊണ്ടാണ് അവരത് ചെയ്തത്. പ്രശ്നം വളരെ നിസ്സാരമാണ്. ഇന്നലെ BJP പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്, ശരി, ഒരു തർക്കമുണ്ടെന്ന് വെച്ചോ, കേന്ദ്ര സർക്കാർ തരാനുണ്ട് എന്ന് കേരളം പറയുന്നു, കേരളത്തിന് കൊടുക്കാനുള്ളത് കൊടുത്തു എന്ന് കേന്ദ്രം പറയുന്നു, ബ്യൂറോക്രസിയിൽ എന്തെങ്കിലും തർക്കം ഉണ്ടാവാം, അതിനെപ്പറ്റി നിങ്ങൾ സർട്ടിഫിക്കറ്റ് തന്നില്ല, നിങ്ങൾ അത് തന്നില്ല, ഇത് തന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതിനായിട്ട് ഈ മനുഷ്യരെ കുഴപ്പത്തിലാക്കുന്നത് എന്തിനാണ്? ഇവർക്ക് ഇപ്പോൾ എന്ത് ഡിസ്പ്യൂട്ടായി കഴിഞ്ഞാലും ആശാ വർക്കേഴ്സിന് അവർ ചോദിച്ച പൈസ കൊടുക്കാനായിട്ട് എത്ര എമൗണ്ട് വേണ്ടി വരും? 50 കോടി, 100 കോടി. ബാലഗോപാല് നമ്മളുടെ ബജറ്റിൽ കാറ് വാങ്ങാനായിട്ട് നീക്കി വെച്ചത് 100 കോടി രൂപയാണ്. മന്ത്രിമാർക്ക് കാറ് വാങ്ങും. എന്താ മന്ത്രിമാരുടെ കാറിന് ഇത്ര വലിയ അത്യാവശ്യം? ഇത്ര വലിയ ആഡംബരം എന്തിനാണ് അതിന്? ഇപ്പോഴുള്ള കാറുകൾക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നമ്മൾ കണ്ടതാണ് കേരള ഹൗസിൽ നിർമ്മലാ സീതാരാമൻ വന്നിറങ്ങിയ കാറ്. ഒരു സാധാരണ കാറാണ്, മാരുതിയുടെ. അതേസമയം അവിടെ പിണറായി വിജയൻ്റെ കാറ് കിടപ്പുണ്ട്, കറുത്തത്, വലിയ എന്തോ പേരൊക്കെ ഉള്ളത്. അതിൻ്റെ പേര് പോലും എനിക്ക് വായിൽ കൊള്ളില്ല. ഇത്തരം കാറുകൾ വാങ്ങാനായിട്ട് 100 കോടി രൂപ മാറ്റിവെച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ബാഗ്, അതിനെന്തോ 38,000 മുതൽ 1,4 ലക്ഷം വരെ വിലയുള്ള ബാഗാണ്. ഇതിലേതാണെന്ന് ആർക്കും കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോൾ ഏറ്റവും കുറവുള്ള വിലയുടെ ആണെങ്കിൽ പോലും 38,000 രൂപ ഒരു ഷോൾഡർ ബാഗ്, ചെറുത് ഹാൻഡ് ബാഗ്, അതിന് മുടക്കുന്നു. 52,000 രൂപയുടെ സ്പെക്ടക്കിൾസ് വാങ്ങുന്നു, 48,000, 52,000, ഇതിങ്ങനെയൊക്കെ വേണം. ഇതിനെല്ലാം ഇവരുടെ കയ്യിൽ കാശുണ്ട്. ഒരു തവണ പിണറായി വിജയൻ അമേരിക്കയിൽ പോയി വരണമെങ്കിൽ ഈ ആശാ വർക്കർമാർക്ക് കൊടുക്കാനുള്ളതിൻ്റെ ഇരട്ടി കാശാവും. എത്ര തവണ അദ്ദേഹം അമേരിക്കയിൽ പോയി ചികിത്സിക്കുക? കേരളം ചികിത്സയിൽ നമ്പർ 1 ആണ് താൻ. എന്നാൽ ഇവിടെ എങ്ങനെ ചികിത്സിച്ചാൽ പോരെ? അത് പറ്റില്ല, അതിന് അമേരിക്കയിൽ പോകണം. ആ കാശിനൊന്നും ഇവർക്ക് ഖജനാവിൽ ഒരു ദണ്ണവുമില്ല. ഇപ്പോൾ റിട്ടയർഡ് IASകാരെ പല രീതിയിൽ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് പല സ്ഥലത്തും. അവർക്കൊക്കെ 2-3 ലക്ഷം രൂപ ശമ്പളമുണ്ട്, പെൻഷൻ വേറെ. സാധാരണ ഇതിൽ പെൻഷൻ കിട്ടുന്ന ഒരാളിന് വേറൊരു പ്രതിഫലവും അയാൾ വാങ്ങിക്കൂടാ സർക്കാരിൽ നിന്ന്. അപ്പോൾ ഇവരാദ്യം ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഓണറേറിയം എന്നൊരു വാക്കുണ്ടാക്കിയിട്ട് അത് കൊടുക്കാൻ തുടങ്ങി. അത് സാലറി അല്ല, ഓണറേറിയമാണ്. ഇതൊക്കെ നിങ്ങൾ വാക്കെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ കാശല്ലേ കൊടുക്കുന്നത്? അങ്ങനെ എത്ര കോടി രൂപ കൊടുക്കുന്നു? VP ജോയ്, KM ഇബ്രാഹിം, ഇങ്ങനെ ലോകനാഥ് ബെഹ്റ, എത്ര റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരെയാണ് ഓരോ ലാവണത്തിൽ വെച്ചിരിക്കുന്നത്? PSC ഉദ്യോഗസ്ഥർ ഒരുപാട് പേര്. PSCയിൽ എത്രയാണ്? 23 അംഗങ്ങൾ. അവർക്കെല്ലാം മാസം 2-3 ലക്ഷം രൂപ ശമ്പളം, കാറ്, വീട്ടുവാടക, പിന്നെ അൺലിമിറ്റഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ്. 23 PSC മെമ്പർമാരുടെ ഒരു മാസത്തെ മെഡിക്കൽ ബില്ലുണ്ടെങ്കിൽ ആശാ വർക്കർമാർക്ക് അവർ ചോദിച്ച കാശ് കൊടുത്തിട്ട് ബാക്കിയുണ്ടാവും. പിന്നെ ഞാൻ പറയുന്നത് ആശാ വർക്കർമാരുടെ ഡിമാൻഡിൻ്റെ ന്യായാന്യായതകളിലേക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ ഞാനാണെങ്കിൽ പോവില്ല. എന്താ അമ്മമാർക്ക് വേണ്ടത്? ശരി, എന്നെ ചോദിക്കും, സാർ അതൊക്കെ വലിയ തുകയൊക്കെയാണ് അവർ ചോദിക്കും. അത് പോട്ടെ, എല്ലാം കൂടെ ചേർത്ത് എത്ര രൂപയാകും? 30 കോടി രൂപ കൊടുക്കടും. അത് അല്ല സാറേ, അവർക്ക് മാത്രം കൊടുത്താൽ എന്ത് വാങ്ങിക്കോട്ടെ, 30 കോടിയല്ലേ ഉള്ളൂ, അത് കൊടുക്ക്. അർഹതപ്പെട്ടതാണോ, അതാണോ, ഇതാണോ, ഇങ്ങനെയൊന്നും നോക്കാനും മാത്രമുള്ള തുകയില്ലാതെ
സർക്കാരിൻ്റെ ഇത് നോക്കുമ്പോൾ. പണ്ട് ഈ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ അടുത്ത് ആൾക്കാർ സങ്കടം പറയാൻ പോകും. അതിന് ഒരു പ്രത്യേക ദിവസമുണ്ട്. അപ്പോൾ മാർത്താണ്ഡവർമ്മയോ അത് ചിത്ര തിരുനാളാണെന്ന് ആൾക്കാരിങ്ങനെ വരിയായിട്ട് നിൽക്കും. രാജാവിൻ്റെ അടുത്ത് വരും, സങ്കടം. അപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, രാജാവ് എൻ്റെ അമ്മ മരിച്ചുപോയി, എൻ്റെ കയ്യിൽ 10 പൈസയില്ല, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഒരു 10 രൂപ ഇവന് കൊടുക്കുക. അന്നത്തെ 10 രൂപ വലിയ രൂപയാണ്. അപ്പോൾ ദിവാൻ പറഞ്ഞു, ഇവൻ മഹാകള്ളനാണ്, 3 മാസം മുമ്പ് ഇവൻ അമ്മ മരിച്ചു എന്ന് പറഞ്ഞ് ഇതേ കഥ പറഞ്ഞ് രാജാവിൻ്റെ 10 രൂപ മേടിച്ചുകൊണ്ട് പോയതാണ്, കള്ളൻ. രാജാവ് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, കൊടുക്കടോ 10 രൂപ കഴിവേറിക്ക്. കാരണം ഇവൻ പറയുന്നത് കള്ളമാണ് എന്ന് പുള്ളിക്കറിയാം. കാര്യമൊക്കെ ശരി. പുള്ളി നോക്കുമ്പോൾ തിരുവിതാംകൂർ മഹാരാജാവിനെ സമയത്തോളം 10 രൂപ ഒരു നിസ്സാര തുകയാണ്. അവൻ കള്ളം പറയുന്നത് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ. അമ്മ മരിച്ചു എന്നുള്ള കള്ളം അവൻ ആവർത്തിക്കുകയാണ്. ഒരുപക്ഷെ ആദ്യത്തെ കഥയും നുണയായിരിക്കാം, ഇതും നുണയായിരിക്കാം. ബട്ട് സ്റ്റിൽ അവന് കാശ് വേണം, അത് കൊടുക്ക്. ഇതാണ് തിരുവിതാംകൂർ മഹാരാജാവ്. അതിൻ്റെ മെറിറ്റിലേക്ക് പോകാതെ ഗ്രേസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഭരണത്തിൽ. അപ്പോൾ ആശാ വർക്കർമാർ അവരുടെ ലിസ്റ്റ് മുഴുവൻ എടുത്തിട്ട് ഇങ്ങനെയാണ്, സിക്കിമിൽ ഓണററി എത്രയാണ്, കർണാടകയിൽ എത്രയാണ്, ഇതൊന്നും നോക്കണ്ട, കൊടുക്കുക അവർ ചോദിച്ച തുക. കാരണം അത് വലിയൊരു ഭാരമല്ല ഖജനാവിൽ. ഇവർ ധൂർത്തടിക്കുന്ന കാശിൻ്റെ 10-1 മതി ആ പാവങ്ങൾക്ക് കൊടുക്കാൻ. അവർക്ക് സന്തോഷമാകുകയും ചെയ്യും. ഒരുപക്ഷെ അത്രയും അവർ അർഹിക്കുന്നുണ്ടോ, അങ്ങനെ കൊടുക്കാമോ, ഇതൊക്കെ സെക്കൻഡറിയാണ്. ബിക്കോസ് ദ എമൗണ്ട് ഈസ് സ്മോൾ. നിങ്ങൾക്കൊരു 10,000 കോടി രൂപയുടെ ബാധ്യത ഉണ്ടാകുന്നതാണെങ്കിൽ നിങ്ങൾക്കിതൊക്കെ ചിന്തിക്കാം. ഇതൊന്നുമില്ലല്ലോ, നിസ്സാര തുകയാണ്, അത് കൊടുത്തത് അവസാനിപ്പിക്കുക. ബട്ട് അത് ചെയ്യില്ല എന്നൊരു വാശിയാണ്. കാരണം ഇതിൻ്റെ പിന്നിൽ ഞാൻ തുടക്കത്തിൽ വേറൊരു നമ്മളുടെ ABC-യിൽ തന്നെ ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു, 10 പൈസ അവർക്ക് കൊടുക്കാൻ പോകുന്നില്ല പിണറായി വിജയൻ. കാരണം ഈ സമരം SUCA സ്പോൺസർ ചെയ്യുന്നതാണ്. അപ്പോൾ ശരി, SUCA സ്പോൺസർ ചെയ്യുന്നതാണെന്ന് വെച്ചോ, അപ്പോഴും ഈ തുക കൊടുത്തത് അവസാനിപ്പിക്കുക. എന്തതിൽ ഇത്ര പ്രശ്നം? SUCA അധികാരത്തിൽ വരാൻ പോകുന്നു ഈ ഒരു പ്രവൃത്തിയിലൂടെ? ഒന്നുമില്ലല്ലോ. ബട്ട് അവർ കൊടുക്കില്ല എന്ന് വെച്ചാൽ കൊടുക്കില്ല. വേറൊരു ട്രേഡ് യൂണിയൻ സമരം ചെയ്ത് കാര്യം നേടണ്ട. സമരം ചെയ്യാനുള്ള അവകാശം CITU മാത്രമാണ്. അത് ഭരണത്തിലിരിക്കുമ്പോൾ CITU സമരം ചെയ്യില്ല, പ്രതിപക്ഷത്താകുമ്പോൾ സമരം ചെയ്യും. 2014 ഇതേ ആശാ വർക്കർമാർ ഇതുപോലെ സമരം ചെയ്തു. അന്ന് ഉമ്മൻചാണ്ടിക്കെതിരെ ഇളമരം കരീം നിയമസഭയിൽ നടത്തിയ പ്രസംഗം നിയമസഭ റെക്കോർഡിൽ ഇപ്പോഴും ഉണ്ട്. അന്ന് ഇളമരം കരീം ഇതേ ന്യായമാണ് പറഞ്ഞത്. കേന്ദ്രമെന്നോ കേരളമെന്നോ നോക്കാതെ ആ കഷ്ടപ്പെടുന്നവരെ ഒന്ന് സഹായിക്കും, വലിയ തുകയൊന്നും ആവില്ലല്ലോ ഉമ്മൻചാണ്ടി എന്ന് പ്രസംഗിച്ച ആളാണ് ഇളമരം കരീം. ഇപ്പോൾ ഇളമരം കരീം പറയുന്നത് ഇത് ദുരുപദിഷ്ടമാണ്, കള്ളത്തരമാണ്, മാടയാണ്, കോടയാണെന്നൊക്കെ പറയുന്നത്. എന്തൊരു കഷ്ടമാണ്. ഇത് ഇപ്പോൾ ദിവസം 50-51 50ാമത്തെ ദിവസം. 50 ദിവസം ഇത് നീട്ടിക്കൊണ്ട് പോകേണ്ട വല്ല കാര്യമുണ്ട്? ഒരു സമരവും 50 ദിവസം നീളേണ്ട ഒരു കാര്യമില്ല. ആദ്യത്തെ ദിവസം തന്നെ വിളിച്ചിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുക, അതിനൊരു പരിഹാരം ഉണ്ടാക്കുക, അവരെ എണീപ്പിച്ച് വിടുക. ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ശമ്പളം വർദ്ധിപ്പിക്കാനായിട്ട് സമരം ചെയ്യുന്നു എന്ന് വിചാരിക്കുക, അതൊരു പ്രശ്നമാണ്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം വളരെ കൂടുതലാണ്. 10 രൂപ ഒരാൾക്ക് കൂട്ടിക്കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1000 കോടി രൂപയായിട്ട് മാറും. അത്രയധികം ആളുണ്ട്, ഗ്രേഡുണ്ട്, പിന്നെ അവരുടെ ശമ്പളത്തിൻ്റെ വർധന അതനുസരിച്ച് അതിന് മുകളിലുള്ള ആളിന് കൂടുതൽ കൊടുക്കണം. ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഒക്കെയാണ്. ഈ പാവങ്ങൾക്ക് അതൊന്നും ഇല്ലല്ലോ, അത് കൊടുത്തേക്ക്. എന്നാൽ ഇപ്പോൾ പഞ്ചായത്തുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് 110 നിയമതടസ്സങ്ങൾ പറയുന്നു. നിയമതടസ്സങ്ങളുണ്ടാവാം. സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ ആ കാശെടുത്തുകൂടാ, ഈ കാശെടുത്തുകൂടാ എന്നൊക്കെ പറഞ്ഞ് ചട്ടമൊക്കെ ഉണ്ടാക്കി വയ്ക്കും. പഞ്ചായത്തുകൾ ചെയ്യേണ്ടത്, അവർക്കൊരു കണ്ടിൻജൻസി ഫണ്ടുണ്ട്. എല്ലാ അതോറിറ്റീസിനും കണ്ടിൻജൻസി ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത്യാവശ്യത്തിന് ചിലവാക്കുന്ന തുക. ആ അത്യാവശ്യം ഇതാണെന്ന് തീരുമാനിച്ചിട്ട് അത് ചെയ്യുക. അപ്പോൾ പിന്നെ CAG-യുടെ കമൻറ്റോ സംഗതിയോ ഒന്നും വരില്ല. ഇനി CAG-യുടെ ചോദ്യം വന്നാൽ തന്നെ ബോൾഡായിട്ട് ഉത്തരം പറയണം. ഞങ്ങൾക്ക് ഇന്ന രീതിയിൽ ഇന്നവരെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു, സർക്കാർ അത് ചെയ്യുന്ന ലക്ഷണം കാണുന്നില്ല. അവരാണെങ്കിൽ തലമുട്ടയടിച്ച് ആകെ കൂടെ പ്രശ്നം തീർക്കുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു?
ഞങ്ങളുടെ കയ്യിലുള്ള ഫണ്ട് ഇവർക്ക് വേണ്ടി ഉപയോഗിച്ചു. ഇതാണ് യാഥാർത്ഥ്യം. ഇനി CAG എന്ത് വേണമെങ്കിലും എഴുതിക്കോളാൻ പറയും. എന്തുകൊണ്ടാണ് ധനമന്ത്രി ഇതിലൊരു, ആരോഗ്യമന്ത്രി ഓൾറെഡി എങ്ങനെയാണ് ഒരു സ്ത്രീ ആയിട്ട് SUCI പോലും ആയതുകൊണ്ട് വേറെ ഒന്നുമില്ല, ഉം. വേറെ ഒന്നുമില്ല. SUCI അങ്ങനെ ജയിക്കണ്ട. അത് ഈ സമരം തോൽക്കാനായിട്ട് പ്രത്യേക കാരണങ്ങളുണ്ടായി. ഒന്ന്, CR നീലകണ്ഠൻ സമരപന്തലിൽ പോയി. അപ്പോഴേ ഞാൻ വിചാരിച്ചു എൻ്റെ നീലകണ്ഠ ഉം. ഇത് വേണ്ടായിരുന്നു. കാരണം നീലകണ്ഠൻ പിണറായി വിജയൻ്റെ 1-ാം നമ്പർ ശത്രുവാണ്. ഉം. നീലകണ്ഠൻ ലാവ്ലിൻ കേസിനെ പറ്റി ഒരു പുസ്തകം ഇറക്കി എന്നൊക്കെ പറഞ്ഞ് തല്ലി മേടിച്ച ആളാണ് നീലകണ്ഠൻ. ഉം. അല്പപ്രാണിയാണ്. ഇപ്പം അങ്ങനെ ആരും തല്ലാറില്ല, കാരണം തല്ലിയാൽ ചത്തുപോകുമല്ലോ എന്ന് ചോദിച്ച് വയസ്സും പ്രായമൊക്കെ. ബട്ട് നീലകണ്ഠൻ ഒരു വർഗശത്രുവായിട്ടാണ് പിണറായി വിജയനും CPM കാണുന്നത്. ഡോക്ടർ ആസാദ്, ഇവരൊക്കെ പിണറായി വിജയനെ സഹായിക്കുന്നവരായിരുന്നു ഒരു കാലത്ത്. ബട്ട് ഈ ജനവിരുദ്ധമായ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇവർക്ക് സഹിക്കില്ല. അവർ കമ്മ്യൂണിസ്റ്റിനപ്പുറം ഹ്യൂമനിസ്റ്റുകളാണ്. ഈ ആസാദ്, മറ്റേ ഇത് പറഞ്ഞാൽ ആസാദ് സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ വിലയിരുത്തിയിരിക്കുന്ന ഡോക്ടർ ആസാദ് ഒരു ഹ്യൂമനിസ്റ്റാണ്. മനുഷ്യത്വത്തെ എല്ലാത്തിലും ഉപരിയായിട്ട് കാണും. ഇവരൊക്കെ ശത്രുക്കളാണ്. ഇവരെല്ലാം പന്തലിൽ ചെന്നു. SUCI സ്പോൺസർ ചെയ്യുന്നു. SUCIയുടെ നേതാവ് മിനിയാണ് ഈ സമരത്തിൽ ആക്റ്റീവായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത്. ഈ ഒരൊറ്റ കാരണം മതി 10 പൈസ അവർക്ക് കൊടുക്കില്ല എന്ന് തീരുമാനിക്കാൻ. ഇപ്പോൾ കൊടുക്കുന്നത് കുറയ്ക്കുക വരെ ചെയ്യും വേണം. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. മഹാകഷ്ടമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.